ഭാര്യയും ഭർത്താവും നല്ല ബന്ധമുണ്ടാവാൻ ഇങ്ങനെ ചെയ്തോളൂ. പരസ്പരമുള്ള ഉറ്റ സൗഹൃദമാണ് സന്തുഷ്ട ദാമ്പത്യത്തിൻ്റെ കരുത്തുള്ള അടിത്തറ. ഒരുമിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ച രണ്ടു പേർക്കിടയിൽ ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടത് നല്ല ചങ്ങാത്തമാണ്. അതിൻ്റെ അഭാവത്തിൽ മറ്റൊരു തരത്തിലുള്ള ഒത്തുപോകലുകളും വിജയിക്കുകയില്ല. ഭാര്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത് ഭർത്താവും ഭർത്താവിൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് ഭാര്യയുമായിരിക്കണം. ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവിടാൻ ഇരുവരും ഇഷ്ടപ്പെടുന്നത് പങ്കാളിയോടൊപ്പമാണെങ്കിൽ മാത്രമേ അത്തരമൊരു സൗഹൃദമുണ്ടെന്ന് പറയാനാകൂ. ഒരാളിൽ കാണുന്ന നന്മകളോ മേന്മകളോ ആണ് അയാളുമായി മറ്റൊരാളെ അടുപ്പിക്കുകയും ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലെത്തിക്കുകയും ചെയ്യുന്നത്. വിവാഹാനന്തരമുണ്ടാവുന്ന ചെറിയ തിന്മകളും വീഴ്ചകളും കാണുമ്പോൾ മിക്കവരും വിവാഹബന്ധത്തിന് മുന്നോടിയായി കണ്ട നന്മകളും മേന്മകളും മറന്നുപോകുന്നു. പങ്കാളിയിൽ ആകർഷകമായി കണ്ട നന്മകളും മേന്മകളും, ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും കാട്ടിയ നിമിഷങ്ങളും വഴക്കുണ്ടാവുമ്പോൾ ഓർക്കുക എന്നത് പരസ്പരം സൗഹൃദം നിലനിർത്തുന്നതിന് അനിവാര്യമാണ്. എത്ര ഗൗരവമേറിയ പ്രശ്നങ്ങൾ ഉടലെടുത്താലും ഈ പ്രശ്നം ഇന്നത്തേത് മാത്രമാണെന്നും വഴക്കുകൾക്കിടെ ഇരുവരും ഓർക്കണം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും പിരിയാനാവാത്ത കൂട്ടുകാരാണ് നമ്മളെന്ന് മുഖത്തോട് മുഖം നോക്കി മനസ്സിരുത്തണം. ഇപ്പോഴീ തർക്കത്തിൽ വിജയിക്കലല്ല പ്രശ്നം, പരിഹരിച്ചു മുന്നോട്ട് പോകലാണ് പ്രധാനമെന്നത് മറക്കാതിരിക്കണം. പങ്കാളി അത് മറന്നാലും തനിക്കത് മറന്നുകൂടെന്ന് ചിന്തിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.